ஃப்ரெண்ட்ஸ், சமீபத்தில் கேரளாவை சார்ந்த சோசியல் ஆக்டிவிட்டீஸ் கிடிலம் ஃபிரோஸ் அவர்களோட ஒரு வீடியோ பார்க்க நேர்ந்தது. அதில் அவர் சொல்கிற பல விஷயங்களும் நம்மளோட வாழ்க்கையிலும் பல கட்டங்களை நம்ம அந்த சுச்சுவேஷனை கடந்து வந்திருப்போம். பலரும் நம்மகிட்டையும் உனக்கு அது தேவையில்லாத வேலையாக இருந்தது என்ன சொல்ல நம்ம கேட்டிருப்போம். அப்போ இது போன்ற சுச்சுவேஷன் நம்ம வாழ்க்கையில் நம்ம வராமல் நம்ம തടുക്കണമെന്നാക്കാ என்ன பண்ணணும்னு சொல்லிட்டு എനിക്കും കൂടി ഇവിടെ കേൾക്കുന്നതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ആത്മാർത്ഥത വേണ്ട. നമ്മൾ ഇത്രയും നോവുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും മാത്രം കറിവേപ്പില പോലെ വലിച്ചെറിയപ്പെട്ട് കളയുന്നത്, നമ്മളെ ഇത്രമാത്രം ആക്ഷേപിക്കുന്ന, അല്ലെങ്കിൽ ഇത്രയും മാത്രം കലറിയപ്പെടുന്നത് അത്രയും മാത്രം ഹൃദയം കൊണ്ട് തന്നെ നമ്മൾ നിന്നതുകൊണ്ടാണ്. സത്യമല്ലേ? നിങ്ങൾക്ക് അത് 1-2 ദിവസമായിട്ട് തോന്നില്ലേ? അതിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അറിയുന്ന വലിയ വലിയ കാര്യങ്ങളിലാണെങ്കിലും ശരി, അതല്ല ചെറിയ കാര്യങ്ങളിലാണെങ്കിലും ശരി, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ശരി, നമ്മുടെ കുടുംബത്തിനകത്താണെങ്കിലും ശരി, ഭയങ്കര എഫേർട്ട് എടുത്ത് ഒരുപാട് പ്ലാൻ ചെയ്ത്, ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രീ പ്ലാനിങ്ങിന് ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന, നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം, അത് പലപ്പോഴും അവർക്ക് അതിൻ്റെ ഒരു ആവശ്യം കഴിയുമ്പോൾ പിന്നെ നമ്മളൊരു അധികപ്പെട്ടായിട്ട് തോന്നും. അതെന്താ അറിയോ? അത് നമ്മളങ്ങനെ ശീലിച്ചു പോയതുകൊണ്ടായിരിക്കും. നമുക്കതേ ചെയ്യാൻ അറിയുള്ളൂ, അല്ലെങ്കിൽ നമ്മളങ്ങനെയായിരുന്നു, നമ്മളങ്ങനെയാണ് വളർന്നത്, നമ്മളങ്ങനെയാണ് മുൻപോട്ട് പോയത്, ഇനിയും നമുക്കങ്ങനെ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു സമീപകാലത്ത് കാണുന്ന പല അനുഭവങ്ങളും ഒക്കെ നേരിട്ട് അറിയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരു പൊടിക്ക് അടങ്ങാന്നേ, നിങ്ങൾ ഞാനും വെക്കും ഒക്കെ ഒരു ചെറിയ പൊടിക്ക് അടങ്ങാതെ നമുക്ക് ഇത്രയും ആത്മാർത്ഥത വേണ്ട, കുറച്ച് മതിയേ. ചുമ്മാ നോവില്ലല്ലോ, അല്ലെങ്കിൽ ആ വീഴ്ചയുടെ ആഘാതം എന്ന് പറയും അല്ലേ? നല്ല വരകട്ടെ പ്രകാശം.